ഇന്റലിജൻസ് നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. നമ്മുടെ ഇന്നത്തെ ചുരിദാർ എന്ന് പറയുന്നത് ബട്ടർ സിൽക്ക് എന്ന് പറഞ്ഞ പുതിയൊരു മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സ്മൂത്ത് ഒരു മെറ്റീരിയലാണ്. പ്രത്യേകിച്ച് മെറ്റീരിയലിനെ കാണാനാണേലും കളേഴ്സ് ആണെങ്കിലും അടിപൊളിയാട്ടോ. ഭയങ്കര നല്ലൊരു മെറൂൺ ഷെയ്ഡാണിത്. നമ്മുടെ നോർമൽ മെറൂണിനെക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ബ്രൗണിഷ് മെറൂൺ എന്നൊക്കെ പറയുന്ന നല്ല രസമുള്ള ഷെയ്ഡാണ്. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ സെയിം കളർ വെച്ചിട്ടുള്ള ബീഡ്സ് വർക്ക് ആട്ടോ. ഈ ഒരു ബീഡ്സ് വർക്ക് ആണെങ്കിലും നല്ല ഫിനിഷിങ്ങിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏകദേശം ലുക്ക് ഇതാട്ടോ. ഈ കളറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്യിപ്പിച്ചെടുക്കുന്നതിൻ്റെ അകത്ത് അത്രയും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന കളേഴ്സ് ഇല്ലേ, ആ ഒരു ടൈപ്പ് ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നേക്കുന്നത്. ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതുപോലെ പേളും ഉണ്ട്, പിന്നെ സെയിം കളർ കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള വർക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ്. അപ്പോൾ ഇത് സെയിം കളർ തന്നെ സാറ്റിൻ സിൽക്കാണ് ബോട്ടം വെച്ചേക്കുന്നത്. നമ്പർ വരുന്നത് F602, റേറ്റ് 1290 1290. ഇത് ജെറ്റ് ബ്ലാക്ക് കളറാണ്, നല്ല ബ്ലാക്ക് ആട്ടോ, നല്ല ഭംഗി അത് കാണാനായിട്ട്. പിന്നെ അതിൻ്റെ അകത്ത് വർക്കാണേലും വേറെ കളേഴ്സോ അങ്ങനെ മൾട്ടി കളർ വേറെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ സെയിം ബ്ലാക്ക് വെച്ചിട്ട് തന്നെ അതിൻ്റെ കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, സീക്വൻസ് എല്ലാം വെച്ചിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി പാറ്റേണുള്ള നെക്ക് പാറ്റേൺ ആട്ടോ. അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയ്ക്കകത്ത് വൺ സൈഡിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര രസമായിട്ട് അത് കാണാനായിട്ട്. ഇതിന്റെ നമ്പർ വരുന്നത് F604, ഇതിന്റെ റേറ്റ് സെയിം തന്നെയാണ് 1290. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. ബട്ടർ സിൽക്ക് തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റൂബി സിൽക്ക് ഒക്കെ വന്നില്ല, അതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്മൂത്ത് ഫിനിഷുള്ള ഫാബ്രിക്, അത്രയേ ഉള്ളൂ. ചെറിയ വേരിയേഷൻ ഉള്ളെന്ന് പറഞ്ഞാലും ഈ ഒരു മെറ്റീരിയലിനെ നമുക്ക് കാണുമ്പോൾ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഫ്രണ്ട് പോർഷനിലെ ഡിസൈൻ സെയിം തന്നെയാണ്, സെയിം കളറിൽ പേളും സീക്വൻസും കട്ട് ബീഡ്സും എല്ലാം യൂസ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു പേൾ വർക്കും ഉണ്ട്, കട്ട് ബീഡ്സിന്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക് ആട്ടോ. ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ്. പിന്നെ നമ്പർ വരുന്നത് F603, റേറ്റ് 1290. നമുക്കിത് 4 ഷെയ്ഡ്സ് ആട്ടോ. നാലാമത്തെ കളർ വരുന്നത് ഒരു ടീൽ ബ്ലൂവിനോടൊക്കെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഷെയ്ഡാണ്. പക്ഷേ എനിക്കൊന്നും ഇതിനകത്ത് കാണുമ്പോൾ കുറച്ചുകൂടെ ഡാർക്കറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നേരിട്ട് കാണാൻ കുറച്ച് തെളിഞ്ഞ നല്ല ഷെയ്ഡാട്ടോ കുറച്ചുകൂടെ. അപ്പോൾ ഇതിനകത്ത് ഡബിൾ ടോൺ വരുന്നതുകൊണ്ട് കറക്റ്റ് ഒരു കളർ കിട്ടാൻ പാടായിരിക്കും. നല്ല ഫ്ലോയി ആയിട്ട് നല്ല മെറ്റീരിയലാണ്, നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ സെയിം ഡിസൈൻ തന്നെയാണ്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റേറ്റ് വരും. പക്ഷേ ആ റേറ്റ് കൊടുക്കുന്നതിൻ്റെതായ ഒരു ഇതുണ്ട് കേട്ടോ അതിന്. കാരണം ആ ഒരു കളർ കൊണ്ടാണേലും വർക്ക് കൊണ്ടാണേലും ഒരു 1290 എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല റീസണബിൾ പ്രൈസ് തന്നെയാണ്. ലെങ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 48-49 എബോവ് ഇട്ട് തയ്ക്കാൻ കിട്ടുന്ന ലെങ്ത് ഉള്ള ഐറ്റം കേട്ടോ. പിന്നെ നമ്പർ വരുന്നത് F605, റേറ്റ് 1290 1290.